നമസ്കാരം സുഹൃത്തുക്കളെ. ടാരോട്ട് ലവ് എനർജീസ് എന്ന നമ്മുടെ ഈ ചാനലിൻ്റെ പുതിയൊരു അധ്യായത്തിലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകർക്കും എൻ്റെ വിനീതമായ നമസ്കാരം. സ്ക്രീനിൽ കാണിക്കുന്നതാണ് പേഴ്സണൽ റീഡിങ്ങിൻ്റെ വാട്സപ്പ് നമ്പർ. ഈ നമ്പറിൽ മെസ്സേജ് ചെയ്താൽ പേഴ്സണൽ റീഡിങ്ങിൻ്റെ വിശദാംശങ്ങൾ അവിടെ അറിയിക്കുന്നതായിരിക്കും. ഇന്നത്തെ വായനയുടെ തലക്കെട്ടെന്ന് പറയുന്നത്, ഈ വ്യക്തിയുടെ പേര് 3 പ്രാവശ്യം മന്ത്രിച്ചുകൊണ്ട് ഈ വായന കാണുക. ഈ വ്യക്തിക്ക് നിങ്ങളോടുണ്ടായിരുന്ന യഥാർത്ഥത്തിലുള്ള ഉദ്ദേശം എന്തായിരുന്നുവെന്ന് നമുക്ക് നോക്കാം. തീർച്ചയായിട്ടും നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത്, ഈ വ്യക്തി വളരെയധികം ഈ ഒരു പ്രണയബന്ധത്തിലോ ദാമ്പത്യ ജീവിതത്തിലോ വളരെയധികം ബുദ്ധിമുട്ടുന്നതായി നമുക്കിവിടെ കാണാൻ സാധിക്കുന്നുണ്ട്. കത്തിജ്വലിക്കുന്ന തീജ്വാല പോലെയാണ് ഈ വ്യക്തിയുടെ ഊർജം ഇപ്പോൾ നമുക്ക് കാണാൻ പറ്റുന്നത്. ഈ വ്യക്തി ഒരു കാരണങ്ങൾ കൊണ്ടോ അല്ലെങ്കിൽ ഒരു മോശപ്പെട്ട സാഹചര്യങ്ങൾ വന്നാൽ പോലും അതിൽ കീഴ്പ്പെടുന്ന ഒരു വ്യക്തിയല്ല. ഈ വ്യക്തിക്ക് ഇവരുടേതായിട്ടുള്ള വ്യക്തിത്വമുണ്ട്, തീരുമാനങ്ങളുണ്ട്, കാഴ്ചപ്പാടുകളുണ്ട്. അതിലൂടെ മാത്രമേ ഈ പേഴ്സൺ മുന്നോട്ട് പോവുകയുള്ളൂ. ഈ പേഴ്സണെ നിങ്ങളിൽ നിന്നും വേർപിരിക്കാനും പിന്തിരിപ്പിക്കാനും ധാരാളം ആളുകൾ ഇവിടെ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. അതുകൊണ്ട് തന്നെ നിങ്ങളെ എന്നേക്കുമായി സ്വന്തമാക്കണം എന്നുള്ള ആ ഒരു ചിന്തയാണ് ഈ വ്യക്തിയുടെ മനസ്സിലേക്ക് അലയടിച്ചുകൊണ്ടിരിക്കുന്നത്. ഈ വ്യക്തിയുടെ മറ്റൊരു പ്രത്യേകത എന്ന് പറയുന്നത്, തീർച്ചയായിട്ടും ധാരാളം ആളുകൾ ഈ വ്യക്തിയെ സഹായിക്കാനുണ്ട് എന്നുള്ളത് തന്നെയാണ്. അത് കുടുംബത്തിലാണെങ്കിലും കുടുംബത്തിന് പുറത്താണെങ്കിൽ പോലും ഈ വ്യക്തിക്ക് ഏതൊരു സാഹചര്യത്തിലും ഏതൊരു സമയത്തും ഈ വ്യക്തിയെ സഹായിക്കുവാൻ ഒരു മാലാഖ പോലെ മറ്റുള്ളവരുണ്ടാകും എന്നുള്ളത് മറ്റൊരു പ്രത്യേകതയാണ്. ഇവിടെ ഈ വായന കണ്ടുകൊണ്ടിരിക്കുന്ന നിങ്ങളുടെ കാര്യവും നമുക്കത് തന്നെയായിട്ടാണ് കാണാൻ സാധിക്കുന്നത്. ഇവിടെ തീർത്തും ഒരു സൂര്യന്റെ ഊർജം തന്നെയാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. അതുപോലെ ഇവിടെ തേർഡ് ഐ ചക്ര പലവരുടെയും ആക്ടിവേഷൻ ആയതായിട്ടും കാണിക്കുന്നുണ്ട്. ഇതിലൂടെ നിങ്ങൾക്ക് മുൻകൂട്ടി കാണാനും അതുപോലെ കാര്യങ്ങൾ ഗ്രഹിക്കാനുമുള്ള അറിവ് നിങ്ങൾക്ക് എത്തിച്ചേർന്നതായിട്ടും കാണിക്കുന്നുണ്ട്. ഒരുപക്ഷെ നടക്കാൻ പോകുന്ന കാര്യങ്ങൾ പലതിനെയും നിങ്ങൾക്ക് മുൻകൂട്ടി കാണാനുള്ള കഴിവ് നിങ്ങൾക്ക് ലഭിച്ചതായിട്ടും കാണിക്കുന്നുണ്ട്. നിങ്ങൾ ഒരുപക്ഷെ നിങ്ങളുടെ ഇൻഡ്യൂഷൻ വർക്കാക്കുന്നുണ്ടാകാം, വികസിപ്പിച്ചെടുക്കുന്നുണ്ടാകാം, നല്ല രീതിയിൽ ധ്യാനം ചെയ്യുന്നുണ്ടാകാം, അതുപോലെ നല്ല രീതിയിൽ വെജിറ്റേറിയൻ ആയിരിക്കാം, ദൈവത്തെ മുടങ്ങാതെ ഭജിക്കുന്നവരായിരിക്കാം. അങ്ങനെ ഒട്ടനവധി ഗുണങ്ങളാണ് നിങ്ങളിലൂടെ ഇപ്പോൾ പ്രതിഫലനം ചെയ്തുകൊണ്ടിരിക്കുന്നത്. നിങ്ങൾ ഇത്തരത്തിലുള്ള കാര്യങ്ങളുമായിട്ടാണ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നതിൽ തീർച്ചയായിട്ടും യൂണിവേഴ്സിന് വളരെയധികം സന്തോഷമുണ്ട് എന്നുള്ളതും നമുക്കിതിലൂടെ കാണാൻ സാധിക്കുന്നുണ്ട്. നിങ്ങളുടെ വ്യക്തിക്ക് വളരെയധികം ഊർജവും അതുപോലെ സന്തോഷവും വന്നതായിട്ട് കാണിക്കുന്നുണ്ട്. കാരണം ഈ വ്യക്തിക്ക് നിങ്ങളിൽ നിന്നും വളരെയധികം പോസിറ്റീവ് എനർജി ലഭിച്ചുകൊണ്ടിരിക്കുന്നു എന്നുള്ളതും നമുക്കിതിലൂടെ കാണാൻ സാധിക്കുന്നുണ്ട്. നന്നായി പഠിക്കുന്ന വ്യക്തിയായിരിക്കാം, അല്ലെങ്കിൽ ഒരു കാര്യം ഏറ്റെടുത്താൽ അതിനോട് 100% നീതി പുലർത്തി അതിൽ വിജയം കണ്ടെത്തുന്ന ഒരു പേഴ്സൺ ആയിട്ട് കാണിക്കുന്നുണ്ട്. ഇവിടെ ഈ വ്യക്തി ഇത്രയും ശക്തനായിട്ടുള്ള വ്യക്തി ആയതുകൊണ്ട് തന്നെ ധാരാളം അവസരങ്ങൾ ഈ വ്യക്തിയെ തേടി വരുന്നു. വിവാഹാലോചനയുടെ കാര്യമാണെങ്കിലും മറ്റെന്ത് കാര്യമാണെങ്കിൽ പോലും ഈ വ്യക്തിക്ക് മുന്നിൽ ധാരാളം അവസരങ്ങൾ തുറന്നു വെക്കുകയാണ് ഈ വ്യക്തിയുടെ വീട്ടുകാർ ചെയ്തുകൊണ്ടിരിക്കുന്നത്. പക്ഷെ അതിലേക്കൊന്നും വീണു പോകാതെ ഈ വ്യക്തി കൃത്യമായ ഒരു തീരുമാനം പറയാതെ ഒരു മൗഢ്യമായിട്ടാണ് നിൽക്കുന്നത്. ഈ വ്യക്തിയുടെ മനസ്സിൽ അറിയുവാൻ വേണ്ടി, അല്ലെങ്കിൽ ഈ വ്യക്തിയുടെ മനസ്സിൽ എന്താണ് എന്നറിയുവാൻ വേണ്ടി മറ്റുള്ളവരെ ശ്രമിക്കുന്നതായിട്ടും നമുക്കിവിടെ കാണാം. ഈ വ്യക്തിക്ക് നേരത്തെ തന്നെ മനസ്സിലായിട്ടുണ്ട്, നിങ്ങളായിട്ടുള്ള ബന്ധമെന്ന് പറയുന്നത് മറ്റുള്ളവരുമായി ഉണ്ടായിരുന്ന ഒരു സാധാരണ രീതിയിലുള്ള ബന്ധമല്ല എന്നുള്ളത്. നിങ്ങളുമായിട്ടുള്ള ഈ ഒരു പ്രണയബന്ധത്തിൻ്റെയോ ദാമ്പത്യ ജീവിതത്തിൻ്റെയോ പിന്നിലുള്ള രഹസ്യം ഈ വ്യക്തിക്ക് ഇതിനോടകം അറിഞ്ഞിരിക്കുന്നു. നിങ്ങൾ തമ്മിൽ വളരെയധികം സ്പിരിച്വൽ കണക്ഷൻ തന്നെയാണ് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത്. ആത്മീയതയിൽ മുങ്ങിക്കുളിക്കാൻ പറ്റിയ നല്ലൊരു വിജയകരമായിട്ടുള്ള ബന്ധമായിട്ടാണ് ഈ വ്യക്തി ഇതിനെ നോക്കിക്കാണുന്നത്. ഒരുപാട് വ്യത്യാസങ്ങൾ സ്പിരിച്വലി, മെന്റലി, ഫിസിക്കലി നിങ്ങൾക്ക് രണ്ടു പേർക്കും വന്നു ചേർന്നതായിട്ട് ഈ വ്യക്തി മനസ്സിലാക്കുന്നു. ഈ വ്യക്തി മനസ്സിൽ വിചാരിക്കുന്നത് പല കാര്യങ്ങളും നിങ്ങൾ നേരിട്ട് പറയുകയും അതുപോലെ നിങ്ങൾ മനസ്സിൽ വിചാരിക്കുന്ന പല കാര്യങ്ങളും ഈ വ്യക്തി സ്വപ്നങ്ങളിലൂടെ ദർശനം ചെയ്യുകയും ചെയ്യുന്നതായിട്ട് നമുക്ക് കാണാം.
ഒരുപാട് വ്യത്യാസങ്ങൾ അല്ലെങ്കിൽ ഒരുപാട് മിറാക്കിൾസ് നിങ്ങൾക്കിടയിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അതിൽ പലതരത്തിലുള്ള പല മേഖലകളിലും പല കാരണങ്ങളിലൂടെയും നിങ്ങൾക്കത് ലഭിച്ചുകൊണ്ടിരിക്കുന്നു, ഒരനുഗ്രഹങ്ങൾ പോലെ. അതുകൊണ്ട് ഈ വ്യക്തി ഒരിക്കലും നിങ്ങളെ വിട്ടുപിരിയാനുള്ള യാതൊരു സാധ്യതയും നമുക്കിതിലൂടെ കാണാൻ സാധിക്കുന്നില്ല. നിങ്ങൾ എന്തെങ്കിലും വിട്ടുപിരിയേണ്ടി വന്നു കഴിഞ്ഞാൽ അന്ന് ഈ വ്യക്തിയുടെ അവസാനമായിരിക്കും എന്നാണ് ഈ വ്യക്തി വിശ്വസിക്കുന്നത്. കാരണം മറ്റുള്ളവരുടെ എനർജി ഈ വ്യക്തിയുടെ അടുത്തേക്ക് വരുമ്പോൾ ഈ വ്യക്തിക്ക് യാതൊരു തരത്തിലും അതിനെ അഡ്ജസ്റ്റ് ചെയ്യാനോ അതുമായി മുന്നോട്ട് പൊരുത്തപ്പെട്ടു പോകാനോ സാധിക്കുന്നില്ല. ഒരുപക്ഷെ ഇതിനു മുമ്പ് നിങ്ങളെ കണ്ടുമുട്ടിക്കഴിഞ്ഞ് പക്ഷേ ഈ വ്യക്തിയെ ബലം പ്രയോഗിച്ച് വേറെ ബന്ധത്തിലേക്ക് വിടുകയും ഒരുപക്ഷെ വേറെ വിവാഹം ഈ വ്യക്തി കഴിക്കുകയും അത് മുഴുവനുമായി പരാജയപ്പെട്ട് വീണ്ടും നിങ്ങളിലേക്ക് എത്തിച്ചേർന്ന ഒരു വ്യക്തിയുമായിരിക്കാം ഈ പേഴ്സൺ. അതുകൊണ്ട് ഇനി ഒരു പരീക്ഷണത്തിന് ഈ വ്യക്തി തയ്യാറല്ല. നിങ്ങൾ രണ്ടുപേരും കമിതാക്കളാണെങ്കിൽ പോലും, അതായത് നിങ്ങൾ രണ്ടുപേരും 20 വയസ്സോ 20നും 30നും വയസ്സിനോ ഇടയിലുള്ളവരായിരിക്കാം. നിങ്ങളുടെ ആദ്യത്തെ പ്രണയമായിരിക്കാം നിങ്ങളുടെ രണ്ടുപേരുടെ. അത്രയും പരിശുദ്ധമായിട്ട് തന്നെയാണ് ഈ പേഴ്സൺ നിങ്ങളെ നോക്കിക്കാണുന്നത്. ചിലപ്പോൾ ഒരുപക്ഷെ ഈ വ്യക്തിക്ക് ഒരുപാട് ഓഫറുകൾ അല്ലെങ്കിൽ ഒരുപാട് വേറെയും സ്നേഹാഭ്യർത്ഥനകൾ വന്നുകൊണ്ടിരിക്കുന്നതായിട്ട് കാണിക്കുന്നുണ്ട്. ഈ വ്യക്തി വിചാരിച്ചു കഴിഞ്ഞാൽ അത്രയും വലിയ രീതിയിൽ നിന്നും ഈ വ്യക്തിക്ക് ബന്ധം സ്ഥാപിക്കാനാകും. പക്ഷേ അതിലേക്കൊന്നും ഈ വ്യക്തി എത്തിച്ചേരുന്നില്ല എന്നുള്ളത് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നുണ്ട്. ഇവിടെ ഈ വ്യക്തിക്ക് നിങ്ങളുമായിട്ട് പ്രണയബന്ധത്തിലായതിൻ്റെയും പ്രധാന ഉദ്ദേശം എന്ന് പറയുന്നത് നിങ്ങളുമായി ഒന്നായി ചേരണം എന്നുള്ളത് തന്നെയാണ്. ഈ വ്യക്തിയുടെ മാനസികപരമായിട്ടുള്ള ആഗ്രഹം പണ്ട് മുതൽ തൊട്ട് ഉള്ള ഈ വ്യക്തിയുടെ മനസ്സിലെ സങ്കല്പങ്ങൾ ഇതിനോടെല്ലാം അനുയോജിച്ച് വന്നിട്ടുള്ള ഒരു വ്യക്തിയായിട്ടാണ് ഈ പേഴ്സൺ നിങ്ങളെ കാണുന്നത്. ഒരുപക്ഷെ ഈ വ്യക്തിയുടെ ഇഷ്ടദേവനോടോ ദേവിയോടോ പ്രാർത്ഥിച്ചതിന് ശേഷമായിരിക്കാം നിങ്ങളുടെ കടന്നുവരവ്. തീർച്ചയായിട്ടും നിങ്ങൾ നല്ലൊരു സമ്മാനമായിട്ടാണ് ഈ വ്യക്തി കണക്കാക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ വ്യക്തി നിങ്ങളുടെ കാര്യത്തിൽ എപ്പോഴും എടുക്കുന്ന തീരുമാനം അത്രയും അനുയോജ്യവും അത്രയും പോസിറ്റീവുമായിട്ടുള്ള തീരുമാനം തന്നെയായിരിക്കും. ഒരിക്കലും പ്രതികൂല അവസ്ഥയിൽ ഈ വ്യക്തി നിങ്ങൾക്ക് മുന്നിൽ നിൽക്കാൻ താല്പര്യപ്പെടുന്നില്ല. പലവരും ഇവിടെ നിങ്ങൾ രണ്ടുപേരും തമ്മിത്തല്ലി കാണണമെന്നും രണ്ട് വഴിക്ക് പിരിഞ്ഞു പോകണമെന്നും ഒക്കെ ആഗ്രഹിക്കുന്നതായി നമുക്ക് കാണാം. പക്ഷേ ശത്രുക്കൾ എത്രത്തോളം അതിനു വേണ്ടിയിട്ട് തയ്യാറെടുത്ത് നിന്നാലും അല്ലെങ്കിൽ അങ്ങനെ മനസ്സിൽ വിചാരിച്ചാലും പ്രാർത്ഥിച്ചാലും അതൊന്നും നിങ്ങളെ രണ്ടുപേരും ഏൽക്കുകയില്ല. നിങ്ങൾ രണ്ടുപേരും അത്രയും ശക്തരാണ്. അത് പൂർവ്വജന്മത്തിലോ അല്ലെങ്കിൽ ജന്മജന്മാന്തരങ്ങളായിട്ടോ രണ്ടുപേരും ഒന്നിക്കണം എന്നുള്ള ആഗ്രഹം രണ്ടുപേരുടെയും ആത്മാക്കൾക്ക് ഉണ്ടായതായിട്ട് കാണിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ അത് പരിപൂർണതയിലേക്ക് എത്തിച്ചേർക്കുന്ന വിധത്തിലാണ് കാര്യങ്ങളുടെ കിടപ്പ്. തീർച്ചയായിട്ടും നിങ്ങളുമായിട്ട് ഒന്നിച്ചു ചേരുമ്പോഴാണ് ഈ ജന്മം സഫലമാകുന്നത് എന്നാണ് ഈ വ്യക്തി വിശ്വസിക്കുന്നത്. ആ വിശ്വാസം എന്തായാലും എത്രയും പെട്ടെന്ന് യാഥാർത്ഥ്യമാകട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഈ വായന നിർത്തുകയാണ്. അപ്പോൾ ചാനൽ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, നിങ്ങളുടെ വിലയേറെ അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിലൂടെ രേഖപ്പെടുത്തുക. അപ്പോൾ പുതിയൊരു അധ്യായത്തിൽ കാണുന്നത് വരേക്കും എല്ലാ മാന്യ പ്രേക്ഷകർക്കും എൻ്റെ വിനീതമായ നന്ദി, നമസ്കാരം. ഗോഡ് ബ്ലെസ് യു.